ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ അത് ഈവനിങ് ആയിട്ടുണ്ട്. അപ്പോൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് പറയണത് ഞാൻ വരുന്നുണ്ട്, അപ്പോൾ ആൾക്ക് നോമ്പുണ്ട്, അപ്പോൾ ഫുഡിന് എന്തെങ്കിലും ആക്കി വെച്ചേക്കുന്നുള്ളൊരു വിളി വന്നത് അപ്പോഴാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നോമ്പ് പിടിക്കാനുള്ള സാഹചര്യം അല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ പിടിച്ചിട്ടില്ല. അപ്പോൾ പെട്ടെന്നാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ലഞ്ച് കഴിഞ്ഞ സമയത്താണ് കേട്ടോ അറിയുന്നത്. അപ്പോൾ ഞാനപ്പോൾ തന്നെ ഒരു ചിക്കൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ കുറുമ ഉണ്ടാക്കാം, പിന്നെ പാൽവാഴയ്ക്ക ഉണ്ടല്ലോ അപ്പോൾ അതും ഉണ്ടാക്കാം, പിന്നെ ബ്ലൂബെറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സ്മൂത്തി, പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാം, നഗറ്റ്സ് ഫ്രൈ ചെയ്യാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ പാൽവാഴയ്ക്ക് വേണ്ടിയിട്ട് 2 പഴം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ആണ് കേട്ടോ ചെയ്യാൻ പോകണം. കുറച്ച് സമയമുള്ളൂ. 5 മണിയൊക്കെ ആയി ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ. അസർ നിസ്കരിച്ചിട്ട് ഞാനങ്ങനെ കയറിയതാണ് കേട്ടോ. എവിടെ പോകാനാണെങ്കിലും വരാനാണെങ്കിലും ആ കറക്റ്റ് സമയമാകുമ്പോഴാട്ടോ നമ്മൾ അറിയുള്ളൂ പോവുകയാണെന്ന്. ഇപ്പോൾ വൈകിട്ടാണ് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ രാവിലെ പറയും ഞാൻ ടിക്കറ്റ് എടുക്കുകയാണ്, ഇന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ വരികയാണെങ്കിലും എയർപോർട്ടിൽ എത്തിയിട്ടേ വിളിക്കുകയുള്ളൂ. തിരക്കായിരുന്നു, ഇത്ര നേരം വിളിക്കാൻ പറ്റിയില്ല, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഫുഡാക്കിക്കോ. ഇപ്പോൾ കുവൈറ്റിൽ നിന്നൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ മതിയല്ലോ ദുബായിക്ക് എത്താനായിട്ട്. അങ്ങനെ അപ്പോൾ കുറുമയിലേക്ക് ഞാൻ പൊട്ടറ്റോ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് കട്ട് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് കഴിയാൻ നോക്കിക്കണില്ല, എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ പൊട്ടറ്റോ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ ഒന്ന് കഴുകിയെടുക്കുകയാണ്, കുറച്ച് ഫ്രൈ ആക്കുന്നുണ്ട്. പിന്നെ പൊട്ടറ്റോയും ക്യാരറ്റൊക്കെ ഇട്ട് ഒരു വൈറ്റ് കുറുമക്കാക്ക് ഒന്നെങ്കിൽ വറുത്തരച്ച കറി അല്ലെങ്കിൽ വൈറ്റ് കുറുമക്കറി, അതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. നമ്മുടെ തട്ടിക്കൂട്ട് ചിക്കൻ കറീനോട് ആൾക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. നമ്മൾ പെട്ടെന്നൊന്ന് എല്ലാം കൂടി വഴറ്റിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കണ ചിക്കൻ കറി വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഒനിയൻ, ജിഞ്ചർ ഗാർലിക് എല്ലാം നന്നാക്കി എടുക്കുന്നുണ്ട്. ഞാൻ 2-3 തവണ പാൽവാഴയ്ക്ക ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്, നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു അബദ്ധം കാണിച്ച്, പശുമ്പാലിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ പാലിലേക്ക് പഞ്ചസാരയൊക്കെ ഇട്ട് അത് തിളച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് പഴമൊക്കെ ഇട്ട് ഏലക്കാപ്പൊടിക്ക് പകരം ഞാൻ കുറച്ച് ഡൗട്ടുള്ള റെസിപ്പീസ് ഏതെങ്കിലും ഒരു ചാനൽ നോക്കി റെസിപ്പിയൊക്കെ നോക്കിയിട്ട് ഒന്ന് കൺഫേം ചെയ്യും എന്തൊക്കെ ഐറ്റംസാണ്. അപ്പോൾ ഞാൻ അതിൽ വാനില എസൻസ് ആണ് കണ്ടത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ചൂടാറിയതിന് ശേഷം ഒന്നാണ് വാനില എസൻസ് ആഡ് ചെയ്തത്. ഞാൻ ചൂടനെ തന്നെ വാനില എസൻസ് ആഡ് ചെയ്ത് അങ്ങനെ തന്നെ ആ പാലങ്ങോട്ട് പിരിഞ്ഞു പോയിട്ടാണ്. അങ്ങനെ പിന്നെ ആ തിരക്കിൻ്റെ ഇടയിൽ രണ്ടാമത് കുറുമയ്ക്ക് എന്തായാലും തേങ്ങാപ്പാൽ എടുക്കണമല്ലോ. അങ്ങനെ തേങ്ങാപ്പാൽ എടുത്തിട്ടാണ് പിന്നെ രണ്ടാമതാക്കി ചെയ്തിട്ട് ഇപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ പിരിഞ്ഞു പോയത്. അങ്ങനെ അപ്പോൾ വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ചൂടാറിയതിന് ശേഷം ഒഴിക്കാൻ പാടുള്ളൂ എന്ന് തോന്നുന്നു. വെറുതെ ഏലക്കാപ്പൊടി ഇട്ടാൽ മതിയായിരുന്നു, പക്ഷേ എന്തായാലും അത് ഫ്ലോപ്പായി. അങ്ങനെ നമ്മളുടെ ചിക്കൻ കുറുമ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒനിയൻ, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ക്യാരറ്റ്, കുറച്ച് ചിക്കൻ, പിന്നെ പച്ചമുളക് എല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിൽ. ഇതിലേക്ക് വേവിച്ച ഒരു പൊട്ടറ്റോ അതൊന്ന് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് സ്മാഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിക്ക് ഒരു തിക്നെസ്സും കിട്ടും. ചിക്കനിലേക്കും അതേപോലെ ഈ പാൽവാഴക്കയിലേക്കും നമ്മൾ നെയ്യിൽ നട്ട്സൊക്കെ വറുത്തിടണം. അപ്പോൾ രണ്ടും കൂടിയിട്ട് ഞാനൊരു പാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വറുത്തിട്ട് അതിൽ രണ്ടിലേക്കും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് സംഭവം പിരിഞ്ഞത് കണ്ടത്. അങ്ങനെ പൊട്ടറ്റോ കട്ട് ചെയ്തതും സ്മാഷ് ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഗരം മസാല, കുറച്ച് പെപ്പർ പൗഡർ, കറിവേപ്പില, പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ചിലർ കോക്കനട്ട് പേസ്റ്റ് ആക്കി നട്ട്സൊക്കെ ഇട്ട് ആഡ് ചെയ്ത് ചെയ്യാറുണ്ട്. പല രീതിയിലും വെക്കുന്നവരുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഓയിലിലേക്ക് നമ്മളുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്കയൊക്കെ ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞാനത് വിട്ടുപോയി. അപ്പോൾ ലാസ്റ്റാണ് കേട്ടോ അത് ആഡ് ചെയ്ത് കൊടുക്കണേ. അങ്ങനെ നമ്മുടെ കുറുമ റെഡി ആയിട്ടുണ്ട്. പാൽവാഴയ്ക്കയും പിരിഞ്ഞ പാൽവാഴയ്ക്കയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കുറുമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ആ തേങ്ങാപ്പാൽ കുറച്ച് കൂടുതൽ എടുത്തിട്ട് പാൽവാഴയ്ക്ക തേങ്ങാപ്പാൽ റെഡിയാക്കാമെന്ന് കരുതി അങ്ങനെ വേഗം കുറച്ച് തേങ്ങാപ്പാൽ അങ്ങനെ തിളപ്പിച്ച് അതിലേക്ക് ഏലക്കയും പഞ്ചസാരയും, പഴം ഉണ്ടായിരുന്നില്ല അപ്പോൾ അംദാനം വിട്ടൊരു പഴമൊക്കെ വേഗം വാങ്ങിച്ച് അതും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് തിളയ്ക്കുന്ന നേരം കൊണ്ട് കുറച്ച് സ്മൂത്തി ആക്കുക. അങ്ങനെ ബ്ലൂബെറി, കുറച്ച് തൈരും കുറച്ച് ഷുഗറും ഒക്കെ ഇട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബ്ലൂബെറി ഒക്കെ ഞാൻ സീസൺ സമയത്ത് മാത്രമേ വാങ്ങിക്കുള്ളൂ കേട്ടോ, അല്ലാത്ത സമയത്തൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും.
പിന്നെ ഉപയോഗിക്കുകയാണെങ്കിലും ഒരു 4 or 5 ഒക്കെ എടുത്തിട്ട്, അതായത് ഒരു പാക്കറ്റ് 3-4-5 സ്മൂത്തി ഉണ്ടാക്കാൻ പാകത്തിന് അങ്ങനെ അത്രയും കുറച്ചാണ് ഞാൻ എടുക്കാറുള്ളൂ. അല്ലാതെ ഒരു പാക്കറ്റ് എടുത്താൽ അത് അപ്പം തന്നെ അങ്ങനെ അങ്ങോട്ട് തീർക്കലില്ല. കുറേശ്ശെ എടുത്തിട്ട് ഒരു 5-6 ദിവസമൊക്കെ ആയിട്ട് അങ്ങനെ ഉപയോഗിക്കലേ ഉള്ളൂ. അങ്ങനെ പാൽവാഴയ്ക്ക് എടുക്കുക അടിപൊളിയാണ്. തേങ്ങാപ്പാലിലാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ്. എന്തായാലും ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടായിരിക്കും അതങ്ങനെ ആയത്. അങ്ങനെയൊക്കെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നപ്പോൾ ബാങ്ക് കൊടുത്തേക്കണ കേട്ടോണ്ട് പിന്നെ അവിടുന്ന് ചെറിയ രീതിയിൽ ഫുഡും കഴിച്ച് ഇവിടെ എത്തിയപ്പോൾ ഒരു 7:45 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയത്ത് തുറക്കാറുള്ള സംഭവങ്ങളൊക്കെ ടേബിളിലേക്ക് വെച്ചിട്ട് ഞാനങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെയൊക്കെ വന്ന് ഹംദാനൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവനതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 9 മണിയൊക്കെ ആയി. അങ്ങനെ പിള്ളേരും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഫുഡ് എടുക്കാമെന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ചിക്കന് മസാല തേച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ ചിക്കന് മസാല തേക്കുവാണ് കേട്ടോ. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് ഗരം മസാല, തൈര് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ മസാല വെച്ചത് ഒരു 1/2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ ദോശയ്ക്ക് ഉള്ള മാവാണ് ഉണ്ടായിരുന്നത്. അതും കുറുമയും കൂടി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാനുള്ള നേരവും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. ദോശയും കുറുമയും നല്ല മാച്ചായിരുന്നു. അങ്ങനെ ദോശയും ചുട്ടെടുക്കുന്നുണ്ട്, ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഡിന്നർ. അപ്പോൾ വാലന്റൈൻസ് ഡേയും ബറാത്തിൻ്റെ നോമ്പും രണ്ടും ഒരു ദിവസം തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ ഇക്ക വരണ വരെ എനിക്കൊരു പ്രതീക്ഷ ചെയ്യുന്നിട്ടാ, ഈ റോസാപ്പൂവൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. എവിടെ കുറേ മുഷിഞ്ഞ ഡ്രസ്സുമായിട്ട് അങ്ങനെ ആൾ വന്ന് കയറിയിട്ടുണ്ട്. 11 ആൾ തെറ്റിച്ചിട്ടില്ല. അപ്പോൾ ഈ വാലന്റൈൻസ് ഡേ ഒക്കെ ആകുമ്പോൾ ഈ ഭർത്താക്കന്മാർക്ക് ഗിഫ്റ്റ് കൊടുക്കണതും അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കണ സംഭവങ്ങൾ അതിൻ്റെയൊക്കെ റീൽസൊക്കെ ഒരുപാട് ഇറങ്ങുമല്ലോ. അപ്പോൾ ഞാനിത് എന്ത് കണ്ടാലും ഞാൻ ഇക്കാക്ക് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. എന്നാലെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കുമെന്ന് വിചാരിച്ചിട്ട് അതിനൊരു മാറ്റം ഉണ്ടാവില്ല എന്ന ആളങ്ങനെ വീണ്ടും തെളിയിച്ചു. അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിക്കട്ടെ. അങ്ങനെ ചിക്കൻ കുറുമയും ചിക്കൻ ഫ്രൈയും പിന്നെ പിള്ളേർക്ക് ഉണ്ടാക്കിയ ബീഫ് കറി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും പിന്നെ നമ്മളുടെ നെയ്ച്ചോറല്ല, നോർമൽ ജീരകശാല റൈസിൻ്റെ ആ ഒരു റൈസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഓവനിലൊന്ന് ജസ്റ്റ് ചൂടാക്കിയെടുത്ത് ദോശയും ചുട്ട് അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബീഫ് കുറുമ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതേപോലെ പാൽവാഴയ്ക്കയും അടിപൊളിയാണ്. നമുക്ക് നോമ്പിന് അത്താഴത്തിനൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. ഈ തലശ്ശേരിക്കാരൊക്കെ സ്ഥിരം ഉണ്ടാക്കുന്ന സംഭവമാണ്. എറണാകുളത്തേക്ക് ഈ ഒരു സംഭവം അങ്ങനെ കേട്ടിട്ടില്ല. നോമ്പ് തുറക്കാൻ അല്ലെങ്കിൽ നോമ്പിന് ഇടയത്താഴത്തിനൊക്കെ എന്തായാലും നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.